എല്ലാ സ്റ്റാർട്ടപ്പുകളല്ല. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, നമുക്കിപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് കുറേ സ്റ്റാർട്ടപ്പുകളുണ്ട്, കുറേ ഓൺടർപ്രണേഴ്സ് ഉണ്ട്, ആൻഡ് ഭയങ്കര ഫീൽഡാണ്. അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ഈ ഒരു ട്രെൻഡിനൊപ്പം ഞാനും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ട്, ഞാനൊരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടറാണ്, ഞാനൊരു ഓൺടർപ്രണർ ആണെന്നിട്ട് നമ്മൾ കാണാറുണ്ട്. നമ്മൾ പല സോഷ്യൽ മീഡിയ പേജസിലും നമ്മൾ പല ഏരിയാസിൽ കാണാറുണ്ട്, പല ഇവൻറ്റ്സിൽ കാണാറുണ്ട്, പരിചയപ്പെടാറുണ്ട് ആൾക്കാരെ. ബട്ട് പല സമയത്തും അവരവരുടെ എന്താണ് നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് എന്ന് ചോദിക്കുന്ന സമയത്ത് അവരുടെ പ്രൊഡക്റ്റോ സർവീസോ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ദിസ് ഈസ് നോട്ട് എ സ്റ്റാർട്ടപ്പ്, അതൊരു ബിസിനസ്സാണ്, അതൊരു ഫങ്ഷണൽ ബിസിനസ്സാണ്. സോ വാട്ട് ഇസ് ദ ഡിഫറൻസ്? ഒരു ബിസിനസ്സും സ്റ്റാർട്ടപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? അവിടെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം ബിസിനസ്സിൽ ആൾക്കാർ മനസ്സിലാക്കുന്ന ഒരു സംഗതിയുണ്ട്, അല്ലെങ്കിൽ പുറമെ നിന്ന് ആൾക്കാർക്ക് ഇതിനെ നോക്കിക്കാണുന്ന ഒരു സംഗതിയുണ്ട്. ഒരു ബിസിനസ്സിൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിനെയാണ് സ്റ്റാർട്ടപ്പ് എന്ന് വിളിക്കുന്നത് എന്നുള്ളതാണ്. ആക്ച്വലി ഒരു ബിസിനസ്സിൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നമുക്ക് സ്റ്റാർട്ടപ്പ് എന്ന് വിളിക്കാം, പക്ഷേ ആ ബിസിനസ് അല്ലെങ്കിൽ ആ ഒരു കമ്പനി നമുക്കൊരിക്കലും ഒരു സ്റ്റാർട്ടപ്പ് എന്ന് വിളിക്കാൻ വേണ്ടി പറ്റത്തില്ല. സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന കമ്പനി, സ്റ്റാർട്ടപ്പിൻ്റെ അണ്ടറിൽ വരുന്ന കമ്പനീസിന് മോർ ഒരു ഡിഫറൻഷിയേറ്റഡ് സ്വഭാവമുണ്ട്. ബട്ട് ഒരു ബിസിനസ്സിനെ തുടക്ക കാലഘട്ടത്തിൽ അതിനെ സ്റ്റാർട്ടപ്പ് എന്ന് വിളിക്കുന്നതുകൊണ്ട് അതിനെന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അയാൾ ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടറാണ്, അയാൾ ഒരു ഓൺടർപ്രണറാണ്, അയാൾ ഒരു സ്റ്റാർട്ടപ്പാണ് ഫൗണ്ട് ചെയ്തിട്ടുള്ളതെന്ന് പറയാൻ പറ്റില്ല. അതെങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ സ്റ്റാർട്ടപ്പിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവിങ് ആയിട്ടുള്ള USPs ഉള്ള ബിസിനസ്സുകളാണ്. ഞാനൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ലെറ്റ്സ് നിങ്ങളിപ്പോൾ പറയുകയാണ്, നിങ്ങളിപ്പോൾ ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തു, അല്ലെങ്കിൽ ഒരു വരാൻ പോകുന്ന പ്രോബ്ലത്തെ നിങ്ങൾ കാണുകയാണ്, ആ പ്രോബ്ലത്തിനുള്ള സജസ്റ്റഡ് സൊല്യൂഷൻസ് നിങ്ങൾ വെക്കുകയാണ്. മേ ബി ഇൻഡസ്ട്രിയിലും മാർക്കറ്റിലും ഇന്ന് അത്തരത്തിലുള്ള ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ഉണ്ടായിരിക്കില്ല. അങ്ങനത്തെ ഒരു പ്രോബ്ലം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ഇന്നോവേറ്റീവ്, റൈറ്റ്? സോ അത്തരത്തിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന, എഫക്റ്റീവ് ആയിട്ടുള്ള ഫാസ്റ്റർ ആയിട്ടുള്ള സൊല്യൂഷൻസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് സ്റ്റാർട്ടപ്പ് എന്ന് വിളിക്കാൻ പറ്റും. കാരണം അവിടെ എന്തുണ്ട്, അവിടെ ഒരു യുണീക്ക് സെല്ലിംഗ് പോയിന്റ് ഉണ്ട്, USP ഉണ്ട്. കാരണം അവിടെ മാർക്കറ്റിൽ എന്തല്ല, ഇത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഗതിയല്ല, പുതിയൊരു സംഗതി മാർക്കറ്റിലോട്ട് നിങ്ങൾ ഇന്നോവേറ്റ് ചെയ്യാണ്, ഇന്നോവേഷൻ കൊണ്ടുവരാൻ, റൈറ്റ്? ഇതിന് നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് എന്ന് വിളിക്കാം. ആൻഡ് ഇതിൻ്റെ പുറത്തോട്ട് ഇനിയിപ്പോൾ മാർക്കറ്റിൽ ഓൾറെഡി ഇൻഡസ്ട്രിയിലുള്ള സംഗതികളാണ്, അല്ലെങ്കിൽ ഓൾറെഡി മാർക്കറ്റിലുള്ള ഒരു മോഡൽസിന് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോപ്പി ക്യാറ്റ് മോഡൽസ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാൻ വേണ്ടി പറ്റും. അത്തരത്തിലുള്ളൊരു മോഡൽ നോക്കുകയാണെങ്കിൽ അതിന് ലോക്കലൈസേഷനിൽ വരുന്ന സമയത്തും നമുക്ക് നമ്മുടെ നെഗറ്റീവ് പ്ലേസസ് അല്ലെങ്കിൽ ലോക്കലൈസേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു കൺട്രീൻ്റെ സ്പെസിഫിക് റീജൻസിനനുസരിച്ച് എന്ത് ചെയ്യാം, അതിൽ USPs ക്രിയേറ്റ് ചെയ്തിട്ട് ഇന്നോവേറ്റീവായിട്ട് സ്റ്റാർട്ടപ്പുകൾ കൊണ്ടുവരാറുണ്ട്. ഇനി അതല്ലെങ്കിൽ ഓൾറെഡി കൺവെൻഷണൽ മോഡൽ അല്ലെങ്കിൽ ഫങ്ഷണൽ മോഡൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിനെ ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കൊമേഴ്സ് ആക്കിക്കൊണ്ട് അത്തരത്തിൽ ട്രാൻസ്ഫോർമേഷൻസ് കൊണ്ടുവന്നുകൊണ്ട് ടെക് എനാബിൾ ചെയ്ത് സ്കെയിൽ ചെയ്യുന്ന മെത്തേഡ്സ് ഉണ്ട്. അതിനെയും ഒരു സ്റ്റാർട്ടപ്പ് നമുക്ക് വിളിക്കാൻ പറ്റും. ബട്ട് ഒരു സ്കെയിലബിൾ ആയിട്ടുള്ള ടെക് എനാബിൾ ചെയ്തോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇന്നോവേറ്റീവ് പ്രോബ്ലം സോൾവിങ്ങിലൂടെ സ്കെയിലബിൾ ആയിട്ടുള്ള ഒരുപാട് നമ്പർ ഓഫ് ആളുകളിലോട്ട് പെട്ടെന്ന് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സുകളെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കമ്പനീസിനെയാണ് നമുക്ക് സ്റ്റാർട്ടപ്പുകൾ എന്ന് വിളിക്കാൻ പറ്റുക. ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇത്രയും ടെക്നിക്കൽ ടേംസ് വന്നുകൊണ്ട് തന്നെ ഞാൻ ഒന്നും കൂടി ബ്രേക്ക് ഡൗൺ ചെയ്ത് പറയാം, ഒരു എക്സാമ്പിൾ വെച്ചിട്ടോ പറയാൻ വേണ്ടി പറ്റും. അതായത് ഇപ്പോൾ നിങ്ങളൊരു ചായക്കട നടത്തുകയാണെന്ന് വിചാരിക്കാം. നിങ്ങളൊരു ചായക്കട തുടങ്ങുകയാണെങ്കിൽ ആ ചായക്കട ഒരിക്കലും ഒരു സ്റ്റാർട്ടപ്പ് അല്ല. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു പൊട്ടൻഷ്യൽ ഗ്രോത്ത് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ സ്കെയിലബിലിറ്റി ഒരുപാട് ആൾക്കാരിലോട്ട് ആ ചായക്കട എത്തിക്കാൻ വേണ്ടി പറ്റുന്നില്ല, ആ ചായയുടെ പ്രൊഡക്റ്റ് എത്തിക്കാൻ വേണ്ടി പറ്റുന്നില്ല. നിങ്ങളൊരു ലൊക്കേഷനിൽ നിങ്ങൾ ചായക്കട തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ചായക്കടയുടെ ചുറ്റിലുള്ള ഒരു 5 കിലോമീറ്റർ ലൊക്കേഷനിലായിരിക്കും മാക്സ് നിങ്ങൾക്ക് ആ ഒരു കൺസ്യൂമറിനെ അല്ലെങ്കിൽ ആ ഒരു ഓഡിയൻസിനെ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. പക്ഷേ അതേസമയം നിങ്ങൾ അതേ ചായക്കടയുടെ പ്രൊഡക്റ്റ്, ചായ തന്നെയാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ്, ബട്ട് അവിടെ കുറച്ചും കൂടി ഇന്നോവേറ്റീവ് ആയിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നിങ്ങൾ തുടങ്ങുന്ന ചായക്കട ഒരു കൊമേഴ്ഷ്യൽ കോംപ്ലക്സിൻ്റെ താഴെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് വിചാരിക്കുക. ആ കൊമേഴ്ഷ്യൽ കോംപ്ലക്സിൽ ഒരു 500+ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവരൊക്കെ ചായ കോഫി കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നിട്ട് ചായ എടുത്ത് കഴിച്ച് മുകളിലോട്ട് പോയി വരും, അല്ലെങ്കിൽ ചായ പാർസൽ ചെയ്ത് കഴിഞ്ഞാൽ തണുത്ത് പോകുന്നു, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് അവിടെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, നിങ്ങളൊരു ബോട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ബോട്ടിൽസ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യാം, ചായ അല്ലെങ്കിൽ കോഫി സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും, റീഫിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഇതെന്ത് ചെയ്തില്ല, ചൂടാറത്തില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഈ ഒരു സ്റ്റാർട്ടപ്പിൻ്റെ അകത്ത്, ഈ കിയോസ്കിൻ്റെ അകത്ത് നിങ്ങൾ ഈ ബോട്ടിലാണ് സെല് ചെയ്യുന്നത്. ആൻഡ് ബോട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സബ്സ്ക്രിപ്ഷൻ മോഡൽ റീഫില്ലിങ് ചെയ്യുന്നു, അല്ലെങ്കിൽ റീഫില്ലിങ്ങിൽ ചാർജ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സംഗതി കൊണ്ടുവരികയാണെങ്കിൽ അത് മോർ സ്കെയിലബിൾ ആണ്, റൈറ്റ്? സോ അവിടെയാണ് ഇതിലൊരു ചേഞ്ച് വരുന്നത്. ഞാൻ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞാണ്. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടപ്പിന് ഡിഫൈൻ ചെയ്യുമ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് ആളുകളിലോട്ട് നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന, വലിയ വോളിയം ഓഫ് ഓഡിയൻസിലോട്ട് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്ന പൊട്ടൻഷ്യൽ പ്രോഡക്ട്സോ സർവീസസോ ആണ് നമുക്ക് സ്റ്റാർട്ടപ്പ് എന്ന് വിളിക്കാൻ പറ്റുക. അപ്പോൾ എന്താണ് ബിസിനസ് അല്ലേ? ഇതും ബിസിനസ്സിനെ പോലെ തന്നെയാണല്ലോ പറഞ്ഞു വന്നതെന്ന് പറയുമ്പോൾ, ബിസിനസ് ഇസ് മോർ ലൈക്ക് ഒരു സ്റ്റഡി ഗ്രോത്ത്, നമുക്ക് വളരെ സമയമെടുത്ത് എക്സ്പാൻഡ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ബിസിനസ്സസ്. ഇപ്പോൾ ഒരു ടെക്സ്റ്റൈൽ ഷോറൂം, അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ, ഒരു മാനുഫാക്ചറിങ്, ഒരു ഫാക്ടറി മോഡ് സംഭവങ്ങൾ, ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ വളരെയധികം സമയമെടുത്ത് 10 വർഷം 20 വർഷം എടുത്ത് ഇൻഡസ്ട്രിയലായിട്ട് കോർപ്പറേഷൻ മീൻസ് അത്തരത്തിൽ കോർപ്പറേറ്റ്സ് ആയിട്ട് വളർന്നു വരുന്ന ആളുകളായിരിക്കും കുറച്ച് ബിസിനസ് കൺവെൻഷണൽ മോഡൽസ് എന്ന് നമ്മൾ പറയുന്നത്. അതായത് വളരെ സമയമെടുത്ത് സ്കെയിൽ ചെയ്യുന്ന, വളരെ സമയമെടുത്ത് പറഞ്ഞ ഗ്രോത്ത് വരുന്ന സംഭവങ്ങളെയാണ് നമ്മൾ ബിസിനസ്സസ് എന്ന് പറയുന്നത്.
അപ്പോൾ അവർക്കുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്പുകളെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടപ്പുകൾക്ക് എന്താണ് ഒരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്തിനുള്ള സ്വഭാവമുണ്ട്. മോർ ഓഡിയൻസിലോട്ട് പെട്ടെന്ന് പിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ പ്രോസസ്സ് ടിക് 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 എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഇപ്പോൾ 0 to 1 അല്ലെങ്കിൽ 0 to 2 അത് കഴിഞ്ഞാൽ പിന്നെ നേരെ 4, 5, 6 ജമ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് സ്വഭാവം ആർക്കുണ്ട്? സ്റ്റാർട്ടപ്സിനുണ്ട്. അതിന് ഫണ്ടിങ്ങിലോട്ട് വരുന്ന സമയത്താണെങ്കിലും അതുപോലെ തന്നെയാണ്. കാരണം ഫണ്ടിങ്ങിൻ്റെ കേസിൽ വരുന്ന സമയത്ത് സ്റ്റാർട്ടപ്പുകൾക്ക് മോർ ഫണ്ടിങ് കാര്യങ്ങൾ കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി കൂടുതലാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ഉള്ളത് കൊണ്ടും വലിയ മാർക്കറ്റ് സൈസ് ഉള്ളത് കൊണ്ടും അവിടേക്ക് പെട്ടെന്ന് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഇത്തരം സ്റ്റാർട്ടപ്പുകൾക്ക് ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ എക്സ്റ്റേണൽ ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടും. നേരെ മറിച്ച് ബിസിനസ്സിൻ്റെ സമയത്ത് വരുന്ന സമയത്ത് അവിടെ മോർ പാർട്ട്ണർഷിപ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അവിടെ ഓൾറെഡി ഉള്ള ബിസിനസ്സിൽ നിന്നുള്ള പ്രോഫിറ്റ്സ് റീഇൻവെസ്റ്റ് ചെയ്ത് സ്കെയിൽ ചെയ്ത് കൊണ്ടുവരുന്ന സ്വഭാവമായിരിക്കും. ഇത്തരത്തിലുള്ള രീതിയിലായിരിക്കും ബിസിനസ്സസ് പോകുക, അല്ലെങ്കിൽ ലോൺസ്, ഓഡീസ് ആ രീതിയിലേക്കായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഡിഫറൻസസ് വരുന്നത്. പിന്നെ നമ്മൾ ഗോൾസിൽ നോക്കുന്ന സമയത്ത് ആ ഗോൾസിൻ്റെ കേസിലാണെങ്കിലും സ്റ്റാർട്ടപ്സ് ബിൽഡ് ചെയ്യുമ്പോൾ തന്നെ വലിയ രീതിയിലേക്കുള്ള ഗ്രോത്തിനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും. ഒരു IPOയിൽക്കോ അല്ലെങ്കിൽ ഒരു മെർജർ അക്വിസിഷനോ വലിയൊരു ഗ്ലോബൽ ബ്രാൻഡ് അക്വിസിഷൻ അല്ലെങ്കിൽ മെർജറിലോട്ടോ ഒക്കെ ഗോൾ സെറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ വലിയൊരു നമ്പർ ഗോൾ സെറ്റ് ചെയ്തിട്ട് വലിയൊരു മാർക്കറ്റ് സൈസ് അതിലുള്ള പൊട്ടൻഷ്യൽ ഗ്രോത്തിനുള്ള ഗ്രോത്ത് പെർസെൻറ്റേജ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും സ്റ്റാർട്ടപ്സ് ബിൽഡ് ചെയ്യുന്നത് തന്നെ. ബട്ട് ബിസിനസ്സസ് ലൈക്ക് ഒരു ബ്രാഞ്ച് ആദ്യം തുടങ്ങുന്നു, പിന്നീട് വേറൊരു ലൊക്കേഷനിൽ ബ്രാഞ്ച് തുടങ്ങുന്നു, പിന്നെ വേറെ ലൊക്കേഷനിൽ ബ്രാഞ്ച് തുടങ്ങുന്നു, എന്നിട്ട് ഇതിനെ കണക്ട് ചെയ്യുന്നു, ഇതിൻ്റെ വലിയ ബ്രാഞ്ചസ് കൊണ്ടുവരുന്നു. അത്തരത്തിലുള്ളൊരു ടൈംലി പ്രോസസ് ആയിരിക്കും സ്കെയിലബിലിറ്റി വരുമ്പോൾ. ഇതാണ് ഇതിൻ്റെ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെയും റിസ്ക് ആസ്പെക്ട്സിലോട്ട് നോക്കുന്ന സമയത്ത്, കാരണം ഇതിൽ ഇൻവെസ്റ്റേഴ്സും ഉണ്ടാവും, ഫൗണ്ടേഴ്സും ഉണ്ടാവും അല്ലേ, ഇവരുടെ രണ്ടുപേരുടെയും റിസ്ക് ആസ്പെക്ട്സിലോട്ട് നോക്കുന്ന സമയത്ത് സ്റ്റാർട്ടപ്സ് കുറച്ചും കൂടി എന്താണ് ഹൈലി റിസ്ക് ആണ്. കാരണം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സംഗതികളാണ്. ആരും ട്രൈ ചെയ്യാത്ത ഐഡിയാസ് ആയിരിക്കും നമ്മൾ ട്രൈ ചെയ്യുന്നത്, ആരും ഇതുവരെ ഇറക്കാത്ത പ്രോഡക്റ്റുകളായിരിക്കും നമ്മൾ ഇറക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സംഗതികൾ മാർക്കറ്റിൽ അക്സെപ്റ്റൻസ് എത്രത്തോളം ആയിരിക്കും, മാർക്കറ്റിലെ വയബിലിറ്റി എത്രത്തോളം ആയിരിക്കും എന്നുള്ളതിൻ്റെ റിസ്ക് പൊട്ടൻഷ്യൽ അവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിനെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ആക്കാനും ഇതിൻ്റെ MVP ബെറ്റർ ആക്കാനും കസ്റ്റമറിന് വേണ്ട നീഡായിട്ടുള്ള പ്രൊഡക്റ്റ് പ്ലേസ് ചെയ്യാനൊക്കെ നമുക്ക് കുറച്ച് സമയം എടുക്കും അല്ലേ. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ബേണിങ് കൂടുതലായിരിക്കും. പക്ഷേ ഇഫ് അവിടെ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ, സക്സസ് ആകാൻ പറ്റിയാൽ, ഈസിലി സ്കെയിലബിൾ ആണ്, ഒരു പൊട്ടൻഷ്യൽ ഗ്രോത്ത്, അതും എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് നമുക്ക് മേക്ക് ഷുവർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ റിസ്ക് കൂടുതലാണ്, ബട്ട് അതിനനുസരിച്ച് തന്നെ റിവാർഡും കൂടുതലാണ്. ആൻഡ് ബിസിനസ്സിൽ നോക്കുന്ന സമയത്ത് ഒരു സ്റ്റഡി ഗ്രോത്ത് ആയതുകൊണ്ട് തന്നെ അവിടെ റിസ്ക് എന്താണ്, ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് ആണ്. നമുക്ക് എന്താണ് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും അതിൻ്റെ ഒരു ഗ്രോത്തും കാര്യങ്ങളും, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരു ഗ്രോത്തിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ആണെന്നുണ്ടെങ്കിലും അതിൻ്റേതായ റിസ്ക് ആസ്പെക്ട്സ് എന്തെല്ലാം വരുന്നുണ്ടെന്നുള്ളതും നമുക്ക് കാൽക്കുലേറ്റഡ് ആയിരിക്കും. ബട്ട് സ്റ്റാർട്ടപ്സിൻ്റെ സമയത്തോട്ട് വരുന്ന സമയത്ത് അത്ര തന്നെ ഒരു കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കില്ല അതിൻ്റെ സ്വഭാവം. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടിലും വലിയ ഗ്രോത്തുകൾ വരാം, വലിയ രീതിയിലുള്ള ഡ്രോബാക്സും വരാം. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുന്നതാണ്. സോ മോർ റിസ്ക് മോർ റിവാർഡ് എന്നുള്ളതാണ് സ്റ്റാർട്ടപ്സിൻ്റെ ഒരു കേസിലോട്ട് വരുന്ന സമയത്ത്. ആൻഡ് നമ്മളിപ്പോൾ പറഞ്ഞ മെയിൻ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് ഗോളാണ്, ഒന്ന് ഫണ്ടിങ് ആണ്, ഒന്ന് സ്കെയിലബിലിറ്റി ആണ്, ഒന്ന് റിസ്ക് ആണ്. ഈ പറഞ്ഞ 4 കാര്യങ്ങൾ നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് ബിസിനസ്സും സ്റ്റാർട്ടപ്സിനെയും ഇങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളൊരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടറാണോ, നമ്മളൊരു ബിസിനസ് ഓണറാണോ എന്ന് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ആൻഡ് എങ്ങനെ നമ്മളുടെ ബിസിനസ്സിനെ ഒരു സ്റ്റാർട്ടപ്പ് ആക്കാം, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ സ്റ്റാർട്ടപ്പ് ഒരു ബിസിനസ് എങ്ങനെ സ്റ്റാർട്ടപ്പ് ആവുന്നു, സ്റ്റാർട്ടപ്പ് എങ്ങനെ ബിസിനസ് ആവുന്നു എന്ന ഒരു മോർ കോൺടെക്സ്റ്റ്, ഒരു ക്ലിയർ ക്ലാരിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. അതിനനുസരിച്ച് നമ്മൾ ബിൽഡ് ചെയ്യാൻ വേണം. അപ്പോൾ നിങ്ങളൊരു സ്റ്റാർട്ടപ്പാണ് ബിൽഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് എന്ത് ചെയ്യരുത്, ഒരു കൺവെൻഷണൽ ഫങ്ഷണൽ ബിസിനസ് മോഡലിലോട്ട് പോകരുത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്കൊരു USP വേണം, നിങ്ങൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം സോൾവിങ് ആയിരിക്കണം ചെയ്യേണ്ടത്, റിസ്ക് ടേക്കിംഗ് ആയിരിക്കണം. ആൻഡ് നിങ്ങളുടെ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, നിങ്ങളുടെ സർവീസ് ആയിക്കോട്ടെ, വലിയൊരു മാർക്കറ്റ് സൈസ് അതിനുണ്ടായിരിക്കണം. ആ ഒരു മാർക്കറ്റ് സൈസ് ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്കെയിൽ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ സ്കെയിലബിൾ ആയിട്ടുള്ള ഒരു $1 ബില്യൺ അല്ലെങ്കിൽ ഒരു $1 ട്രില്യൺ എക്കണോമി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ $1 ബില്യൺ വാല്യൂഷനിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന, അത്രയും ലാക്സ് ഓഫ് യൂസേഴ്സിലോട്ട് സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാർട്ടപ്പ് നമുക്ക് ബിൽഡ് ചെയ്യാം. ഓക്കെ.